സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. സായി ഭഗവാന്റെ 100ാം ജന്മശതാബ്ദി ദിനത്തിൽ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാൻ ശരിക്കും ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു, എങ്കിലേ അത് നടക്കൂ. കാരണം 2 വർഷം മുൻപാണ് ഞാൻ സായി വേദജ്യോതിയുടെ കീഴിൽ വേദം പഠിച്ചത്. സത്യം പറഞ്ഞാൽ വേദം പഠിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊന്നും അതിന് എനിക്കൊരു ഗുരുവിനെ കിട്ടിയില്ല, സമയമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം. അവസാനം ഞാൻ കേച്ചേരി തൃശ്ശൂർ പോയി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ വേദത്തിൻ്റെ CD-യും ബുക്കും ഒക്കെ വാങ്ങിച്ചു, സ്വയം പഠിച്ചു. ഇപ്പോഴാണ് മനസ്സിലായത് ഒരു ഗുരുമുഖത്ത് നിന്നും നമ്മൾ വേദം പഠിക്കണം. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തു, അതവിടെ ഇട്ടു. പഠിച്ചിരുന്നു കുറച്ചൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സത്സംഗം എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് പരിപാടികൾ നടത്തിയപ്പോൾ സുലോചന ചേച്ചി തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിട്ട്, ടീച്ചറെ ഇങ്ങനെ ഒരു സായി വേദജ്യോതി ഉണ്ട്, പുരുഷോത്തമൻ സാറ് മംഗലശ്ശേരിയുള്ള ടീച്ചർ ഞങ്ങളുടെ വേദം ക്ലാസ്സിലൊന്ന് ചേരൂ, ടീച്ചർ ചൊല്ലുന്നത് ഞങ്ങൾക്ക് കേൾക്കാലോ. അങ്ങനെ സായിബാബ വിചാരിച്ചാൽ മാത്രമേ സായി വേദജ്യോതിയുടെ കീഴിൽ നമുക്ക് വേദം ജപിക്കാൻ പറ്റൂ. കാരണം സായി ഭഗവാന്റെ ജന്മോദ്ദേശം തന്നെ വേദപ്രചാരണ സർവീസായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് വേദം പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ വേദം പഠിക്കാം, എന്തേ വേദത്തിന് ഇത്രയും പ്രാധാന്യം. ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് വേദങ്ങളാണ്. വേദങ്ങൾ എന്ന് പറയുമ്പോൾ 4 എണ്ണം ഉണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളിലും പ്രധാനപ്പെട്ട ഓരോ വാക്കുകളുണ്ട്. അത്രയെങ്കിലും ഹൈന്ദവൻ അറിഞ്ഞിരിക്കണം. ഇവിടെ ഇപ്പോൾ ബാലവികാസ് എന്ന് പറഞ്ഞ് വളരെ സുന്ദരമായിട്ട് ഒരു സമിതി ഉണ്ട് എന്നറിഞ്ഞു. നമുക്ക് കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. മിക്ക ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിന് കീഴിലായിരിക്കും ചെയ്യും. കമ്മിറ്റിക്കാരെ കൊണ്ട് പലതിനും സാധിക്കില്ല. ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആത്മീയത പകർന്നു തരാൻ. അവിടെ അത് നടക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അപ്പോൾ ഇത് നടക്കുന്നത്? എല്ലാവർക്കും നേരിട്ട് സംസാരിക്കുന്ന ദൈവങ്ങളോടാ താല്പര്യം. ഭഗവാൻ എന്താ പറഞ്ഞത്? ജ്ഞാനി ത്വാത്മൈവമേ മതം. ജ്ഞാനി, അറിവുള്ളവൻ, എൻ്റെ കഥ പറയുന്നവൻ ഞാൻ തന്നെയാകുന്നു. ഭഗവതത്തിൽ വരുന്നതാട്ടോ. ജ്ഞാനി ഞാൻ തന്നെയാകുന്നു, അറിവാണീശ്വരൻ. ഋഗ്വേദത്തിൽ എന്താ പറയുന്നത്? പ്രജ്ഞാനം ബ്രഹ്മ. പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, അറിവാണ് ഈശ്വരൻ. ആരാണോ അറിവുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് അവരെ ഈശ്വരനായി കരുതണം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടീച്ചറെ അല്ല, ഇവിടെ ഇരിക്കുന്നു സായി ഭഗവാനായി നമ്മുടെ മുന്നിൽ അവതരിച്ച ആ സായീശ്വരൻ. സായിറാം എന്നാണ് അവരെല്ലാം കാണുമ്പോൾ സംബോധന ചെയ്യുക. നമസ്തേക്കാൾ മുകളിലാണെന്ന് തോന്നും അത് കേൾക്കുമ്പോൾ. ആ സായി ഭഗവാൻ അവതരിച്ച് 14 വയസ്സ് ആയപ്പോഴേക്കും, അത്ര കാലമാണ് അത്രേ വീട്ടിൽ ജീവിച്ചുള്ളൂ. 14 വയസ്സായപ്പോൾ പറയാണ്, എൻ്റെ ഭക്തർ എന്നെ കാത്തിരിക്കുന്നുണ്ട്, എൻ്റെ ജോലിയെല്ലാം തീർന്നു. എവിടെയുള്ള ജോലി? നമ്മളെല്ലാം ഇപ്പോഴും വീട്ടിൽ നമ്മുടെ കടമകൾ ധർമ്മം നിർവഹിക്കാൻ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ സായി ഭഗവാന് 14 വയസ്സ്, നല്ലൊരു കൗമാരക്കാരനാവുമ്പോൾ തന്നെ തോന്നിയിത്രേ, എനിക്ക് വീടുമായി ബന്ധപ്പെട്ട ലൗകികവുമായി ബന്ധപ്പെട്ട ജോലിയെല്ലാം തീർന്നു, ഇനി എന്ത് ചെയ്യാം? എൻ്റെ ഭക്തർക്ക് വേണ്ടി ജീവിക്കാം.
അങ്ങനെ സർവം ത്യജിക്കുന്ന ഊർജസ്വലരായ ഒരു കൂട്ടം ജനത, സന്യാസിവര്യന്മാരാണ് നമ്മുടെ ഭാരതത്തെ ഇന്ന് ഈ കാണുന്നത് പോലെ നിലനിർത്തുന്നത്. ആ സന്യാസിവര്യന്മാരെക്കാൾ മുകളിലേക്ക് സായി ഭഗവാൻ ഉയർന്നു എങ്കിൽ അതെന്താ? അവതാരം തന്നെ. ഭഗവാൻ ഓരോ നിമിഷങ്ങളിലും അവതരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാ പറയുന്നത്. നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നും ഓരോ കാര്യങ്ങൾ, അത് തന്നെ ഭഗവാനാണത്രേ മനസ്സാക്ഷിയായി വർത്തിക്കുന്നത്. ഇവിടെ സായീശ്വരൻ അങ്ങനെ പോയി ഒരു സഹോദരൻ്റെ കൂടെ ജീവിതം തുടങ്ങിയെന്നും അവിടെ നിന്ന് ഒരു തേള് കുത്തുകയാണ്. തേള് കുത്തിയതിന് ശേഷം നമ്മളെല്ലാവരും പറയുന്ന ആ സംസ്കരിച്ച ഭാഷയായ സംസ്കൃതം സംസാരിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. നമ്മുടെ മതസ്ഥര് നമ്മുടെ സ്വന്തമായ ഭാഷ, അമേരിക്കയിൽ പോയിട്ട് സ്വാമി വിവേകാനന്ദൻ വരെ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിയപ്പോഴാണത്രേ അമേരിക്കൻസ് കൈയടിച്ചത്. അത്രയും ഗ്രേറ്റർ ദാൻ ഇംഗ്ലീഷ് ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സംസ്കരിച്ച ഭാഷ, ആ സംസ്കൃതം പറയാൻ ഓട്ടോമാറ്റിക്കലി തുടങ്ങി എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ നേരിട്ടുള്ള അവതാരം ആയതുകൊണ്ട് തന്നെ. ഇനി ഇവിടെ എല്ലാവരും സായിബാബയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, വിശദമായിട്ടൊന്നും പറയുന്നില്ല. എങ്കിലും സായി ഭഗവാൻ ഏർപ്പെടുത്തിയ കുടിവെള്ള പദ്ധതി 1976 ശേഷമാണെന്നാ തോന്നുന്നു. പിന്നെ മെഡിക്കൽ കോളേജ്, ഇപ്പോഴും നമ്മുടെ ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞില്ലേ, ഒരു പൈസ വാങ്ങിക്കാതെ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജ്, ഒരു ആശുപത്രി കൊണ്ട് നടക്കുന്നു എങ്കിൽ എത്ര പേർ സർവീസ്, അങ്ങനെ തന്നെയല്ലേ ആ പ്രശാന്തി നിലയത്തിൽ സമാധിയുടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? സെർവ് ചെയ്യണം മറ്റുള്ളവരെന്ന്. സായി ഭഗവാൻ അതിനുവേണ്ടി എടുത്ത അവതാര. കുടിവെള്ള പദ്ധതി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഹോസ്പിറ്റൽസ്, പിന്നെ നമ്മുടെ ജനതയെ നന്നാക്കാൻ എന്ത് വേണം? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മറ്റുള്ള മതസ്ഥരെ നോക്കിയത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ക്രിസ്ത്യൻ മിഷണറീസ് വന്നിട്ട് ആദ്യം തുടങ്ങിയത് വിദ്യാഭ്യാസം, സ്കൂളുകളാണ്. ഇപ്പോഴും അവരുടെ കീഴിൽ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നുണ്ട്. ഹൈന്ദവന് എത്ര എണ്ണം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. അവിടെ വേണം നമ്മൾ തുടങ്ങാൻ. ഈ ബാലവികാസ് എന്ന് പറഞ്ഞ് ചെറിയ കാര്യങ്ങളല്ലാതെ നമ്മുടെ ഹൈന്ദവ മതം, സനാതന ധർമ്മം പഠിപ്പിക്കുന്നതിന് ഓരോ സ്ഥാപനങ്ങൾ അങ്ങനെ മത പാഠശാല എന്ന പേരിൽ തന്നെ പൊങ്ങി വരണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇരുന്ന് പറയാൻ നമുക്ക് ആരും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ഇപ്പോഴത്തെ ജനറേഷനെ നോക്കൂ, അവരെല്ലാവരും ഭൗതികതയുടെ പിറകിലാണ്. ആ ഭൗതികതയിൽ നിന്നും മാറി എങ്ങനെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അതിനു വേണ്ടിയാണ് സായീശ്വരൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് കുട്ടികളുമായി അത്രയും സമയം ഭഗവാൻ ചെലവഴിച്ചതും. ഇനി അതുപോലെ തന്നെ ആശ്രമങ്ങൾ, നമുക്കില്ലാത്തത് ഒന്നാതാ. ശരിക്കും നമ്മൾ 4 ആശ്രമങ്ങളും പാലിക്കണം. ആശ്രമങ്ങൾ സ്ഥാപിച്ചു എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് വെറുതെ ഇങ്ങനെ ധ്യാനിച്ചിരിക്കാൻ വേണ്ടി ഒരു ആശ്രമം കെട്ടി എന്നല്ല. ആശ്രമം ആഞ്ഞു ശ്രമിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ 4 ആശ്രമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും അതിലൂടെ കടന്നു പോകുന്നു എന്നാദ്യം മനസ്സിലാക്കുക. ബ്രഹ്മചര്യം ആകുന്ന സമയത്ത് നമ്മൾ പഠനം, പണ്ടത്തെ ഗുരുകുലാണത്, പഠനത്തിന് വേണ്ടി ഗുരുനാഥൻ്റെ കൂടെ അങ്ങോട്ട് കൊണ്ടേക്കുക. ചെറിയ കുടിലായിരിക്കും, ആശ്രമം കെട്ടിയാണ് ഗുരുനാഥന്മാർ ജീവിക്കുക. ഏത് രാജാവിൻ്റെ അല്ലെങ്കിൽ പണ്ഡിതൻ്റെയും പാമരൻ്റെയും കുട്ടി ആ ഗുരുവിൻ്റെ കൂടെ താമസിച്ച് പഠിക്കുമായിരുന്നു. അവർക്ക് എന്തില്ല? യാതൊരുവിധ പക്ഷഭേദങ്ങളും ഇല്ല. ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പഠിച്ചിരിക്കണം. അതാണ് ഗുരുകുലം. ഇപ്പം എന്താ നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നത്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, അത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മളെല്ലാവരും അപ്പോൾ ചിന്തിക്കും, ഞാൻ എൻ്റെ കുട്ടിക്ക് നല്ലൊരു പാർപ്പിടം കൊടുത്തു, നല്ല ഒരു വിദ്യാഭ്യാസം കൊടുത്തു, നല്ല ഒരു പേര് കൊടുത്തു, പിന്നെയോ അവൻ്റെ പേരിൽ ഞാൻ എത്രയോ FD ഇട്ടിട്ടുണ്ട്, സ്വസ്ഥായി എന്ന വിചാരം. പക്ഷേ ഒരു രക്ഷിതാവ് ആത്മീയമായ വിദ്യാഭ്യാസം, ആത്മീയമായ സംസ്കാരം അവന് നൽകണം. എങ്കിലേ അവന് ഒരു ഉജ്ജ്വലിക്കുന്ന ദീപ്തമായ മനസ്സുണ്ടാകുള്ളൂ. എന്താ ദീപ്തമായ മനസ്സ് എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവർ തളരും. അർജുനൻ എങ്ങനെയാ തളർന്നത്? ആത്മീയമായ വിദ്യാഭ്യാസം കിട്ടാഞ്ഞിട്ടാണോ? അല്ല. അതിനു മുമ്പ്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കത്ത് കൊടുത്തയച്ചു. അന്നൊക്കെ ഓലയിൽ എഴുതിയിട്ടാണല്ലോ. ഈ കത്തുമായി ചെന്ന്
അർജുനൻ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് തളർത്തി. ഏറ്റവും വലിയ സൈക്കോളജിയാണ് മനുഷ്യനെ തളർത്താൻ, മാനസികമായിട്ട് തളർത്തുക. അതുകൊണ്ടാണ് അർജുനൻ തളർന്ന് ഗാണ്ഡീവം ശ്രംസതേ ഹസ്താൽ, ഹേ കൃഷ്ണ എൻ്റെ കയ്യിൽ നിന്നേ ഗാണ്ഡീവൻ ചോർന്നു പോകുന്നു എന്ന് പറഞ്ഞത്. നമ്മുടെ കുട്ടികൾ മാനസികമായി തളരാതിരിക്കണമെങ്കിൽ അവർക്ക് ആത്മീയ വിദ്യാഭ്യാസം നൽകണം. നല്ല ഒരു സംസ്കാരത്തിന് അടിയുറച്ച് വിശ്വസിക്കുന്ന കുട്ടികളായി വളരണം. ഇതെവിടെ അവർക്ക് കിട്ടുന്നേ? ഇനി അതിനു വേണ്ടിയാണ് തൈത്തിരിയോപനിഷത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു പോരുമ്പോൾ ആചാര്യന്മാർ ഗുരു കുട്ടിക്ക് ഉപദേശം നൽകുന്നതാ. ഗുരു എന്ന് പറഞ്ഞ ഇത്തിരി കനമുള്ളതാ. ലഘു എന്ന് പറഞ്ഞാലോ അത് ഇത്തിരി സോഫ്റ്റാ. അതാണ് ശിഷ്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗുരുവിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഗുരു ഉപദേശിക്കുകയാണ് കുട്ടീനെ. തൈത്തിരീയത്തിലെ ഒരു ശ്ലോകം എടുത്തിട്ട്, സത്യം വദ ധർമ്മം ചര ഗുരുജനാൻ നമ സ്വാധ്യായാൻ മാ പ്രമദ. ഈ 3 കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് നമുക്കറിയാം. ഈ 4ാമത്തെ കാര്യമാണ് നമ്മൾ ചെയ്യാത്തത്. കുട്ടിയോട് പറയും കളവ് പറയരുത്, സത്യം മാത്രം പറയണം, ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കണം, ഗുരുജനങ്ങളെ വന്ദിക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും, അനുസരിക്കും ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ആ 4ാമത് പറഞ്ഞ കാര്യം ചെയ്യുന്നില്ല. കുട്ടികളല്ല, വലിയവരും ചെയ്യുന്നില്ല. അവിടെയാണ് ഹിന്ദുവിൻ്റെ പ്രശ്നം തുടങ്ങുന്നത്. സ്വാധ്യായം ചെയ്യണം എന്നാ ഞങ്ങളുടെ ഗുരു എപ്പോഴും പറയും. പുരുഷോത്തമൻ സാർ എങ്ങനെ ഇതൊക്കെ പഠിച്ചതെന്ന് ചോദിക്കുക, ഇടയ്ക്ക് വിളിക്കും എൻ്റെ അടുത്ത്. അപ്പം ഞാനത് ചോദിച്ചു പറഞ്ഞു, സ്വാധ്യായം തന്നെ. അപ്പം എങ്ങനെയാ സ്വാധ്യായം ചെയ്യേണ്ടത്? സ്വാധ്യായത്തിൽ നിന്നും നീ വ്യതിചലിക്കരുത് എന്ന് ഉപനിഷത്ത് പറയുക. അതായത് നമ്മളുടെ ഗ്രന്ഥങ്ങൾ സെൽഫ് സ്റ്റഡി, അതാണ് സ്വാധ്യായം എന്ന് പറഞ്ഞ. നമ്മുടെ ഗ്രന്ഥങ്ങൾ ഓരോന്നായിട്ട് ഇപ്പം നിങ്ങൾ ഒരുപാട് ഭജൻസ് കീർത്തനങ്ങൾ ചൊല്ലി. ഭജന എന്ന് പറയുമ്പോൾ ഭജനാനന്ദം, 3 ആനന്ദ. ഒന്ന് ലൗകികാനന്ദം, വീട്ടിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയ ആ സുഖം, പക്ഷികളെ പോലെ മൃഗങ്ങളെ പോലെ ആ ലൗകിക വിഷയത്തിൽ മുങ്ങി ജീവിക്കുന്നത്. 2ാമത്തെ സുഖമാണ് നിങ്ങളിവിടെ അനുഭവിച്ചത്, ഭജനാനന്ദം. കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് ചൊല്ലുമ്പോൾ വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ എന്ന് ചൊല്ലുമ്പോൾ അതിലങ്ങനെ ലയിച്ച് താളം പിടിച്ച് നിങ്ങൾ സുഖിച്ചിരുന്നില്ലേ? അത് ഭജനാനന്ദം, ഭജൻസിൽ നിന്നും കിട്ടുന്നതാണ്. ഏതാശ്രമത്തിൽ ചെന്നാലും നമുക്ക് ഭജന കേൾക്കാം. ഇനി അതും കഴിഞ്ഞാൽ ഒരു ആനന്ദമുണ്ട്, അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മൾ. അതായത് വാട്ട് ഈസ് ദ എയിം ഓഫ് യുവർ ലൈഫ് എന്നൊരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു വയസ്സായ ആളോട് ചോദിച്ചാൽ അയാൾക്ക് കറക്റ്റ് ഉത്തരം പറയാൻ അറിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതെന്താ? ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷനാണ്. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? അതാണ് 3ാമത്തെ ആനന്ദം. എന്താ? ആത്മാനന്ദം. ആത്മാവായി തന്നെ ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ആത്മീയതയിൽ ലയിച്ചിരിക്കുമ്പോൾ രാവിലെ മുതൽ നിങ്ങൾ ഉച്ചവരെ ഇവിടെ ഇരുന്നു, വല്ല മടുപ്പും തോന്നിയോ? എന്ത് സന്തോഷമായിട്ടാ ഇന്ന് വിഗ്രഹം വരുന്നുണ്ട്, സ്വീകരിക്കണം, താലം എടുക്കണം. കുട്ടികളൊക്കെ സന്തോഷമായി, വയസ്സായവരൊക്കെ റെഡിയായി വന്നിരുന്നു ഇല്ലേ? തീരെ വയ്യാത്തവരും വന്നു, അവരാ ഭജനയിൽ അങ്ങനെ ലയിച്ചിരുന്നു. ഇങ്ങനെ ഈ സ്വാധ്യായം ചെയ്യുന്നത് കൊണ്ടല്ലേ അവർക്കത് ചൊല്ലാൻ പറ്റിയ. എല്ലാ ഹിന്ദു കുട്ടികളോടും ചോദിച്ചു നോക്കൂ, ഒരു കീർത്തനം ചൊല്ലൂ അറിയില്ല, ഒരു ശ്ലോകം ചൊല്ലൂ അറിയില്ല. അതാണ് കാലഘട്ടം. അവർക്കത് ചൊല്ലാൻ കഴിഞ്ഞത് സ്വാധ്യായം ഉള്ളത് കൊണ്ടാ. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡി. ഇനി ഇംഗ്ലീഷിൽ പറയുമ്പോഴോ സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സ്വന്തം പഠിക്കുക. സ്റ്റഡി ഓഫ് യു, സ്റ്റഡി യുവർ സെൽഫ്, നിന്നെ കുറിച്ച് പഠിക്കുക. അതാണ് സ്വാധ്യായം. അതായത് നമ്മൾ നമ്മുടെ സത്തയെക്കുറിച്ച് പഠിക്കണം. കുറച്ചു കാലമൊക്കെ ഈ ഭജനയൊക്കെ ആയിട്ട് പോകും. എന്നും അങ്ങനെ പോയാൽ മതിയോ? പോരാ. എന്ത് ചെയ്യണം? അവിടെ നിന്നും നമ്മൾ ഉയരണം. ഉപനിഷത്ത് എന്താ പറഞ്ഞത്? നേതി, അതല്ല, ഇനിയും മുന്നോട്ട് വരൂ. അങ്ങനെ ആത്മാനന്ദം നേടിക്കഴിയുമ്പോൾ ഭഗവാനിലേക്ക് തന്നെ അങ്ങോട്ട് ലയിക്കാം. ഞങ്ങളുടെ ഗുരുനാഥൻ്റെ വീട്ടിൽ സായിബാബയുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഇരിക്കാനൊരു ചെയറൊക്കെ വെച്ചിട്ട് മുകളിൽ ഒരു ഹാളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് അവിടെ വേദജപം നടത്തും. വേദജപം ആചാര്യൻ്റെ പിറന്നാളാട്ടോ. വേദജപം തുടങ്ങുന്ന സമയത്ത് ആ കസേരയുടെ മുകളിൽ ഒരു ടവൽ വെച്ചിട്ടുണ്ടായിരുന്നു. വേദജപമൊക്കെ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും ആ ടവല് അഴുക്കായി താഴെ വീണു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? സൈശ്വരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവിടെ ഒരു പ്രത്യേക എനർജിയാണ്, ഒരു പോസിറ്റീവ് എനർജി. ഞാൻ പറഞ്ഞില്ലേ, വേദം ജപിക്കുന്നവൻ്റെ ബ്രെയിൻ എങ്ങനെയാണെന്നറിയോ?
രാസപ്രവർത്തനങ്ങൾ നടക്കും നമ്മുടെ തലച്ചോറിൽ. അതിനെ മാറ്റാൻ വേദമന്ത്രങ്ങൾക്ക് കഴിവുണ്ട്. എന്താ മന്ത്രം എന്ന് പറഞ്ഞ മനനേന ത്രായതേ ഇതി മന്ത്ര എന്നാ പറയുന്നത്. അതായത് മന്ത്രങ്ങൾക്ക് നമ്മളെ ഉയർത്താനുള്ള കഴിവുണ്ട്. സർ പറയും വേദം ജപിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇത്ര കാലവും നാരായണീയത്തിനും ഭാഗവതത്തിനും പിറകെ നടന്നില്ലേ? അതൊന്നും അല്ല ആത്മസുഖം എന്ന് നിങ്ങൾക്ക് വേദത്തിലൂടെ പോകുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നാരായണീയക്കാരൊന്നും തെറ്റിദ്ധരിക്കണ്ട, ഏതിലാണോ നിങ്ങളെ അതിൽ നിന്നോളൂ. ഞങ്ങൾ ആചാര്യന്റെ വാക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ടെൻഷൻ തോന്നിയ മുകളിലേക്ക് അങ്ങോട്ട് കയറി ആ വേദം ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഏതാ ശ്രീ സൂക്തല്ലേ ചൊല്ലിയത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രീ സൂക്തം തിരഞ്ഞെടുത്തത്? ഇവിടെ ഭഗവതി ക്ഷേത്ര ശ്രീ സൂക്തത്തില് അർത്ഥം മനസ്സിലാക്കിയിട്ട് ജപിക്കണം. സായി ഭഗവാൻ പറയുന്നത് നിങ്ങൾ വേദം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ശാരീരിക സുഖം കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ടെൻഷനായി മുകളിലേക്ക് അങ്ങോട്ട് കയറിയ മനുഷ്യനാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ വേദം അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഓം ഹിരണ്യഗർഭാം ഹരിണീം സുവർണരജതസ്രജാം ചന്ദ്രാം ഹിരൺമയീ ലക്ഷ്മി ജാതവേദോ ആവഹ അങ്ങോട്ട് ചൊല്ലിത്തുടങ്ങിയ ആ സൂക്തം കഴിയുമ്പോഴേക്ക് സെറ്റായി മനസ്സ്. ശരീരത്തിനും മനസ്സിനും സുഖം കിട്ടും. മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് പറയാൻ കാരണം അതാ. മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് മനസ്സ് ഉയരും, ശരീരസുഖം ലഭിക്കും. അതേസമയം അർത്ഥം മനസ്സിലാക്കി ജപിച്ചാൽ മനസ്സിനും ആരോഗ്യം ഉണ്ടാവും എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ബ്രെയിനിൽ രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടും, രാസപ്രവർത്തനങ്ങൾക്ക് മാറ്റം വരും എന്ന് സായി ഭഗവാൻ പറഞ്ഞത്. അതായത് ഇവിടെ നമ്മുടെ ഋഗ്വേദ മന്ത്രമാണ് ഇപ്പൊ ജപിച്ചത്, ശ്രീ സൂക്തം. ഋഗ്വേദത്തില് ഞാൻ പറഞ്ഞില്ലേ അറിവാണ് ഈശ്വരൻ എന്ന് പറയുന്നു. അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? ഓം അഗ്നിമീളേ പുരോഹിതം, അഗ്നിദേവനെയാ സ്തുതിക്കുന്നത്. അതായത് അഗ്നിയുടെ പ്രത്യേകത എന്താ നോക്കൂ, വിളക്ക് ഇങ്ങനെ കത്തുന്നു. എവിടുന്നാ അത് കത്തിച്ചേ? ഇപ്പൊ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ അല്ലെ ഇങ്ങനെ ആക്കുമ്പോ എവിടുന്നാ ഈ അഗ്നി വരുന്നേ? അതുവരെ അതവിടെ ഉണ്ടായിരുന്നില്ലേ? ഇനിയിപ്പോ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു, എങ്ങടാ അത് പോണേ? സർവസാക്ഷിയാണ്. ഈ അഗ്നി എവിടുന്നാ വരണേ പോണേ നമുക്കറിയില്ല. അത്രയും ഉന്നതങ്ങളിൽ നിൽക്കുന്ന അഗ്നിദേവനോടുള്ള പ്രാർത്ഥനയാണ് ഹേ അഗ്നിദേവാ. എങ്ങനെയുള്ള ലക്ഷ്മി ദേവിയെ? ഞങ്ങൾക്ക് ഹിരൺമയിയും സ്വർണത്തിൻ്റെ മാനിനെ പോലെയുള്ള സ്വർണമാലകൾ, വെള്ളിമാലകൾ എല്ലാം അലങ്കരിച്ചിരിക്കുന്ന ഈ വെള്ളി അല്ലെങ്കിൽ സ്വർണമാലകളാൽ അലങ്കൃതയായിരിക്കുന്ന ആ ലക്ഷ്മി ദേവിയെ ഇനി എന്താ പറയുന്നത്? ചന്ദ്രാം, ചന്ദ്രനെ പോലെ സവിശേഷതയുള്ള സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ഐശ്വര്യപൂർണയായ ശ്രീലക്ഷ്മി ദേവിയെ മാ ആവഹ, ഞങ്ങളിലേക്ക് എന്നിലേക്ക് നയിച്ചാലും അല്ലെങ്കിൽ ആവാഹിച്ചാലും. ഇതാണ് അതിൻ്റെ അർത്ഥം. ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ മന്ത്രം ജപിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖ. അഗ്നിദേവനോട് വളരെ എളിമയോടുകൂടി, അത് വേദത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ആരാണ് ഭക്തൻ അല്ലെങ്കിൽ എങ്ങനെയുള്ളവനാണ് ഒരു ഭക്തൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ പുല്ലിലും എളിയവനാണ് ഒരു ഭക്തൻ. നമ്മൾ എത്രത്തോളം വിനയാന്വിതനായിരിക്കുന്നോ അവൻ്റെ അരികിലേക്ക് ജ്ഞാനം അവനെ തേടി വരും. ഇപ്പം ഈ ഭാഗത്ത് എത്രയോ ഹിന്ദുസ് ഉണ്ട് അല്ലേ? സായി ഭക്തന്മാരും ഉണ്ടായിരിക്കും. എത്ര പേരാ അവിടെ എത്തിയത്? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നിവിടെ ഇങ്ങനെ വന്നിരിക്കാൻ കഴിയൂന്നാ. അതിന് പ്രത്യേക ഒരു അനുഗ്രഹം തന്നെ വേണം. ഞാൻ സൺഡേ ക്ലാസ് തുടങ്ങാൻ എല്ലാവരോടും ഇങ്ങനെ ഉപദേശിക്കും. ഇങ്ങനെ ഓരോ അമ്പലങ്ങളിൽ പോയി ഒരു കുട്ടി പ്രഭാഷണം നടത്തി ഒരു മാതൃസമിതി ഉണ്ടാക്കി ഇങ്ങോട്ട് പോരും. അപ്പോൾ അവരെ വിളിച്ച് പിന്നെ അന്വേഷിക്കുമ്പോൾ പറയുന്ന ഉത്തരം എന്താണെന്നറിയോ? ടീച്ചറെ, മിക്ക ഞായറാഴ്ചയും കല്യാണവും കൂടിയിരിക്കൽ, ആ കുട്ടികളൊന്നും കിട്ടാനില്ല. നമ്മുടെ ജീവിതത്തിൽ സമയമില്ല എന്ന് നമ്മൾ പറയരുത്. ഇപ്പം എല്ലാ ഞായറാഴ്ചയും കല്യാണം ഇല്ല എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എങ്കിലും അതൊരു എക്സ്ക്യൂസാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ച എല്ലാം വേണ്ടാന്ന് വെച്ച് ആ വീടിൻ്റെ ഉള്ളിലെ പുറന്തോട് പൊട്ടിച്ച് നിങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നില്ലേ? ഇങ്ങനെ സത്സംഗങ്ങൾ നടക്കുന്ന വേദിയിൽ നമ്മൾ എത്തിപ്പെടണം. അങ്ങനെ കുട്ടികൾക്ക് ഒരാഴ്ച ക്ലാസ്സിന് വന്നില്ലെങ്കിലും അവനെ ശകാരിക്കേണ്ട, അടുത്ത ആഴ്ച വരട്ടെ. അങ്ങനെ നമ്മളൊരു മത പാഠശാല തുടങ്ങി. ഇതുപോലെ ബാലവികാസ് ക്ലാസ്സുകൾ പണ്ട് ഞാനൊക്കെ ചെറുതാകുമ്പോൾ ബാലസംഘം എന്ന് പറഞ്ഞിട്ടായിരുന്നു.
പക്ഷെ അതൊക്കെ രാഷ്ട്രീയപരമായ കാര്യങ്ങളായതുകൊണ്ട് പിന്നെ അതൊക്കെ നിർത്തിപ്പോയി. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഹൈന്ദവൻ മാത്രമാണ് ഈ ആത്മീയതയും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കുന്നത്. വേറുള്ളവരെ നോക്കൂ, 3 പാർട്ടിക്കാരും ഒരേ പള്ളിയിലെ ഒറ്റ പുലായിൽ ഇരുന്ന് നിസ്കരിക്കും. അവർക്ക് അവിടെ യാതൊരുവിധ രാഷ്ട്രീയവും ഇല്ല. ഹൈന്ദവനോ ആ കമ്മിറ്റിയിൽ ആരാ ഏതാ പാർട്ടി നോക്കിയിട്ട് പോകുള്ളൂ അല്ലേ? അത് ചെയ്യരുത്. അവിടെയാണ് നമ്മളുടെ സഖ്യം ഇല്ലായ്മ തുടങ്ങുന്നത്. മറ്റുള്ളവർക്കറിയാം ഇവൻ ഒന്നിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ. അവനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നതാ. അല്ലാതെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഞായറാഴ്ച ക്ലാസ്സുകൾക്ക് വിടണം. മറ്റുള്ളവരുടെ പരാതിയാണ് ഈ പറഞ്ഞത് കേട്ടോ, എന്തുകൊണ്ട് കുട്ടി ഈ ക്ലാസ്സിന് വരുന്നില്ല എന്നുള്ളത്. അങ്ങനെ അല്ലാതെ കണ്ടിട്ട് എന്ത് ചെയ്യണം? സ്വാധ്യായം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അറിവുള്ളവരുടെ കീഴിലേക്ക് അയക്കുക. എങ്കിലേ അവന് ആത്മീയമായ ഒരു വികാസം, സംസ്കാരം ഉണ്ടാവും. കാരണം കുട്ടിക്ക് എങ്ങനെ ആത്മീയത പകർന്നു കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു പാരന്റ്, ഒരു രക്ഷിതാവാണ് എന്ത് ചെയ്യുന്നത്? ശരിയായ രീതിയിൽ അവനെ വളർത്തുന്നത്. ആത്മഹത്യ എടുത്തു നോക്കൂ, ഹൈന്ദവനാണ് കൂടുതൽ ചെയ്യുന്നത്. ഇനി ഒരു ജയിലിൽ പോയി നോക്കൂ, ഹൈന്ദവരാണ് കൂടുതൽ കിടക്കുന്നത്. അവരെല്ലാം അങ്ങനെയാണോ ജനിച്ചത്? ജന്മനാൽ ജായതേ മർത്യ, ജന്മം കൊണ്ട് വെറും മനുഷ്യനാണ് നമ്മൾ. മർത്യൻ എന്ന് പറഞ്ഞാൽ മരണം ഉള്ളവനാ. സംസ്കാരാൽ ഭവേ ദ്വിജ, സംസ്കാരം കൊണ്ടാണ് അവൻ ദ്വിജനായി മാറുന്നത്. ആ സംസ്കാരം ആര് നൽകണം? ആത്മീയ സംസ്കാരം നമ്മുടെ പേരൻസ് അവർ നൽകണം. അല്ലാതെ വെറുതെ ജീവിത സൗകര്യങ്ങൾ മാത്രം ഉണ്ടാക്കി കൊടുത്താൽ പോരാ. ഇനി ബ്രാഹ്മണനാവണമെങ്കിലോ ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനം ഉള്ളവനാണ് ബ്രാഹ്മണൻ. അതായത് ജന്മം കൊണ്ട് ബ്രാഹ്മണനാവില്ല. ആരാണോ വേദം പഠിച്ചവൻ അവൻ ബ്രാഹ്മണനാകുന്നു. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാ. അപ്പൊ വേദം പഠിക്കുന്നുണ്ടല്ലേ? ഞാനൊക്കെ കുറെ കാലം മുമ്പേ പഠിച്ചു എന്ന് ടീച്ചർ എന്നോട് പറഞ്ഞു. വളരെ സന്തോഷമായി. കാരണം എല്ലാം അറിയുന്ന ഒരുപാട് അമ്മമാരും സമിതികളും ഉണ്ട് എനിക്കറിയുന്നത്. ഈ നാരായണീയ സമിതി, ഭാഗവത സമിതി, ഒരുപാട് സമിതികളുണ്ട്. പക്ഷെ ഈ വേദജപത്തിന് വേണ്ടി ഒരു സമിതി എന്ന് കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. വേദം ആർക്കെല്ലാം പഠിക്കാം? സായി ഭഗവാനോട് ചോദിച്ചു. അപ്പൊ എന്താ ഭഗവാന്റെ ഉത്തരം? ജാതി മത ലിംഗഭേദമന്യേ. പണ്ട് സ്ത്രീകൾക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല, സ്ത്രീകളെ സമ്മതിച്ചിരുന്നില്ല. ഒരാൾ ചോദിച്ചു, ടീച്ചർ ഇത്ര പറയൊന്നും വേണ്ട, ഈ വേദം കേട്ടവൻ്റെ ചെവിയില് ഈയം ഉരുക്കി ഒഴിച്ച പാർട്ടീസല്ലേ ടീച്ചർ ഈ പറയുന്നവരൊക്കെ? അന്ന് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അവർക്ക് അറിവില്ലായ്മ കൊണ്ട്, അറിവില്ലാത്തവരും ഉന്നത കുലജാതരായിട്ട് ഉണ്ടായിട്ടുണ്ടാവാലോ, കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരു പുണ്യം ചെയ്ത് കാണും. പക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ, ഇപ്പം ഈ ഞങ്ങളുടെ സായി വേദജ്യോതി എടുത്താൽ തന്നെ കൂടുതൽ സ്റ്റുഡൻസും ലേഡീസാണ്, സ്ത്രീകളാണ് പഠിക്കുന്നത്. സ്ത്രീകൾക്ക് വേദം ജപിക്കാം. കാരണം ശബരി എന്താ പറഞ്ഞത്? ഭഗവാനോട് ചോദിക്കുകയാണ്, എനിക്ക് അക്ഷരാഭ്യാസം ഇല്ല ശ്രീരാമചന്ദ്ര, എനിക്ക് യാതൊന്നും അറിയില്ല, ഞാനൊരു സ്ത്രീയാണ്, താഴ്ന്ന ജാതിയിൽ ജനിച്ചതാണ്. അപ്പം ഭഗവാൻ എന്താ പറഞ്ഞ്? പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല. നിങ്ങൾ പുരുഷനാണോ സ്ത്രീയാണോ ഏതാശ്രമത്തിലാണോ ഏത് കുലത്തിലാണോ എന്നുള്ളതല്ല എന്നെ ഭജിക്കാനുള്ള ക്വാളിഫിക്കേഷൻ. പിന്നെ എന്താ വേണ്ടത്? ഭക്തി മാത്രം മതി. ആ ഭക്തി ഇത്തിരിയെങ്കിലും അനുഗ്രഹമായിട്ട് കിട്ടിയവരാണ് ഇന്ന് ഇത്രയും വലിയ ഒരു കാര്യം. ഹൈന്ദവനെ സംബന്ധിച്ച് ഇത് വലിയ ഒരു കാര്യമാണ്. അത് ഭക്തിയുള്ളവർക്കേ മനസ്സിലാവൂ. അതുകൊണ്ട് അവരിവിടെ എത്തി. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. എങ്കിലും ഞാൻ വന്നപ്പോൾ 1-2 ചെയർ മാത്രമേ ഒഴിഞ്ഞിട്ടുള്ളൂ. എനിക്കിരിക്കാനൊരു പ്ലേസ് വേണമല്ലോ എന്നുള്ള മാതിരി ഒരു ചെയർ ഈ സൈഡിൽ ഉണ്ടായിരുന്നു. എല്ലാ കസേരകളും നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. വേദം അങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുക. അവസാനം സായീശ്വരൻ്റെ ആ ഗായത്രിയും ജപിച്ച് അവരത് സമർപ്പിച്ചു. അതിനുശേഷം ചെറിയ ചെറിയ കുട്ടികൾ ഇരുന്നിട്ട് അങ്ങനെ ഭജന നീണ്ടു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ 11:08-12 സമയം. ഈശ്വര, ഇത് കഴിഞ്ഞിട്ടൊരു കല്യാണത്തിന് പോകാനുണ്ടല്ലോ. പിന്നെ കരുതി എന്ത് കല്യാണം, അതവിടെ ഇരിക്കട്ടെ. ഭജൻസ് ഹസ്ബൻഡിനോട് പറഞ്ഞു, കുട്ടികളല്ലേ അവർ ചൊല്ലട്ടെ, നമുക്ക് സാവകാശം പോവാന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരുത്തുക. എൻ്റെ കൂടെ പോരുമ്പോൾ ഒക്കെ ഇതാണ് കുറേ സമയം പിടിക്കുക എൻ്റെ കൂടെ പോന്ന. അത് കാരണം ഒറ്റയ്ക്ക് വരണം എന്ന് വിചാരിച്ചതാ. ഏതായാലും സായി ഭഗവാന്റെ ഉത്തരം എന്താ? എല്ലാവർക്കും വേദം പഠിക്കാം. അത് മനസ്സിലാക്കിയിട്ട് ഈ ജന്മം കിട്ടിയിട്ട് ഇപ്പം ജ്ഞാനപ്പാന പഠിച്ചു. അപ്പം ആദ്യം തന്നെ വേദം എന്ന് പറഞ്ഞാൽ എത്തില്ല. എന്ത് പഠിക്കണം? കുട്ടികളെ വിളിച്ചിരുത്തി ഞായറാഴ്ച ജ്ഞാനപ്പാന, ഹരിനാമ കീർത്തനം, രാമായണം മലയാളത്തിലുള്ളത് ആദ്യം പഠിക്കുക. അതിനുശേഷം
മഹാഭാരതത്തിൽ ഒരുപാട് കഥകളുണ്ട്. ഇപ്പം നമ്മുടെ സ്കൂളുകളിലൊക്കെ സന്ദീപിനിയിൽ ഞാനും വർക്ക് ചെയ്തതാ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന തത്വപ്രധാനമുള്ള ഒരുപാട് കഥകൾ മഹാഭാരതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മഹാഭാരതം അവരെ കൊണ്ട് കഥകൾ ഓരോന്നായി ഒരു ദിവസം വായിച്ചാൽ മതി. എങ്കിൽ അവരൊരിക്കലും കൺവേർട്ട് ചെയ്ത് പോവില്ല, ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ജീവിതത്തിൽ അവർ വിജയിക്കും. എന്താന്ന് വെച്ചാൽ ദൈവമെന്നേ ബലം നാസ്തി എന്നാണ് മഹാഭാരതം പറയുന്നത്. ദൈവം ഇല്ലേ നിങ്ങൾക്ക് മാനസികമായി ബലം ഉണ്ടാവില്ല. അപ്പം അതറിയണമെങ്കിൽ എന്ത് വായിക്കണം? മഹാഭാരതത്തിലൂടെ പോകണം. അതും കഴിഞ്ഞ് അപ്പളേക്ക് കുട്ടി കുറച്ച് മുതിർന്നുണ്ടാവും. പിന്നെയാണ് നമ്മുടെ ഭാഗവതം, നാരായണീയം എല്ലാം കഴിഞ്ഞ് അവസാനം ഏതിലേക്ക് കയറണം? ഒരു 21 മന്ത്രങ്ങൾ, അതായത് വേദമന്ത്രങ്ങൾ, സൂക്തങ്ങൾ എന്നാ പറയുക. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം ഒക്കെ ഇങ്ങനെ ചീട്ടാക്കുന്നില്ലേ? ഇതെന്താന്ന് നമുക്കൊന്നും അറിയണ്ടേ? എന്താ ഇപ്പം തിരുമേനി അവിടെ ചെയ്യണേന്നുള്ളത്? തിരുമേനി അത്രയും പവിത്രമായ മന്ത്രങ്ങളാണ് ഉച്ചരിക്കുന്നത്. അതിനെക്കുറിച്ച് വളരെ വലിയൊരു ഡിസ്കഷൻ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കമൻറ്റ് ബോക്സ് എന്നിട്ടൊരു സാധനം ഉണ്ടല്ലോ യൂട്യൂബിൽ. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തിനാണ് ഷർട്ട് ഊരുന്നത് നമ്മുടെ അമ്പലങ്ങളിൽ? അതിനവിടെ പറയാത്ത ഉത്തരങ്ങളില്ല. പക്ഷേ നമ്മളുടെ ഹൈന്ദവ മതം എന്താ പറയുന്നത്? സത്സംഗത്വേ നിസ്സംഗത്വം. ഒരുപാട് ചർച്ച നടക്കുന്ന ഒരു കാര്യമാണ്. സത്സംഗത്തിലൂടെ നിങ്ങൾ നിസ്സംഗനായി മാറണം. മറ്റൊന്ന്, ക്ഷേത്രങ്ങളിലെ ചുമർ ചിത്രങ്ങളെ നോക്കിയിട്ടുണ്ടോ? നഗ്നമായി വരച്ചു വെച്ചിരിക്കുക. നമ്മൾ അമ്പലത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലും വികാരം തോന്നുന്നുണ്ടോ അത് കാണുമ്പോൾ? അതെന്തിനാ അങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്? നീ നിന്റെ ശരീരബോധം വെടിയണം എന്നാണ് അത് പറയുന്നത്. ഈ ശരീരബോധം വെടിയാത്തവൻ ഒരിക്കലും ഷർട്ട് ഊരിയിട്ട് ഒരു അമ്പലത്തിൽ കയറില്ല. ഇനിയിപ്പോൾ ഷർട്ട് ഊരാതെ കയറുന്ന അമ്പലങ്ങളെ കുറിച്ചായി അപ്പോൾ വളരെ വലിയ ചർച്ച. നോർത്ത് ഇന്ത്യയിൽ പോയാൽ ജ്ഞാനവാപി, അതിനുള്ളിലാ കിടക്കുന്നത് കാശിനാഥൻ. അവിടെ തൽക്കാലമായിട്ടൊരു ശിവലിംഗം വെച്ചിട്ടുണ്ട്. ആ ശിവലിംഗത്തിൽ നമുക്ക് നേരിട്ട് പോയിട്ട് പാലഭിഷേകം കഴിച്ച് എരുക്കുമാല ചാർത്തി തൊട്ട് തൊഴുത് നമസ്കരിക്കാം. നമ്മുടെ ഇവിടെ അത് സമ്മതിക്കുമോ? അതായത് നാരായണീയം കാലദേശാവദിഭ്യാം എന്ന് പറയുന്നുണ്ട്. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. എത്രേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി ഭാവിയിൽ ഇതിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ വന്നോട്ടെ. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിനുള്ളിൽ ഷർട്ടും തൊപ്പിയും ഇട്ട് ഇരുന്ന് ഒരു പൂജാരി മന്ത്രം ജപിച്ച് അർച്ചിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ഇവിടെ അതിനാത്രം തണുപ്പൊന്നുമില്ലല്ലോ. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ആചാരപ്രഭവോ ധർമ്മ, എത്രയോ കാലങ്ങളായി നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അതിൽ മാറ്റം വരുത്താനാണ് മുറവിളി. കാരണം എന്താ? ശരീരബോധം വെടിയാൻ നമ്മൾ തയ്യാറല്ല. ഈ ശരീരബോധമൊക്കെ വെടിഞ്ഞ് നാറാണത്ത് ഭ്രാന്തനെ പോലെ അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആത്മാനന്ദം അനുഭവിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കണം. ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്യണം. ഈ ഭാഗ്യസൂക്തവും പുരുഷ സൂക്തവും ഒരു 21 സൂക്തം പഠിച്ചതിന് ശേഷം അവസാനം രുദ്രം, നമകവും ചമകവും പഠിച്ചിട്ട് ആ ശിവരാത്രി ദിവസം ഉറക്കൊഴിക്കണം എന്നല്ലേ? ഒരു 5-6 റൗണ്ട് നമകം ചമകം കഴിയുമ്പോഴേക്ക് വെളിച്ചാവും. രാത്രി ഒരു 10:30-ക്കാണ് ഞങ്ങളുടെ സാറ് തുടങ്ങുക. ഓം നമോ ഭഗവതേ രുദ്രായ എന്നും പറഞ്ഞ് ആ ചമകവും നമകവും അങ്ങോട്ട് സമർപ്പിച്ചിട്ട് കൃഷ്ണ ഇനി ഞാൻ മരിച്ചാലും വേണ്ടിയില്ല എന്ന ഭാവത്തിലേക്ക് നമ്മൾ എത്തണം. പരീക്ഷിത്ത് എന്താ പറഞ്ഞത്? സന്തോഷത്തോടെ ഇതൊക്കെ മതി എന്ന് ഭാഗവതം കേട്ടപ്പോൾ പറഞ്ഞില്ലേ? അതുപോലെ ഇത്രയൊക്കെ മതി, ഞാൻ മരിക്കാൻ തയ്യാറാ വയസ്സാകുമ്പോഴേക്ക്. കാരണം ഒരു 50 വയസ്സാകുമ്പോഴേക്ക് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കണം. എന്താ കാരണം? ഈ 5 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? മുഖത്ത് തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, തൊക്ക്, ശരീരമാസകലുണ്ട്. ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ജയിച്ചു എന്നാ. അതുകൊണ്ട് 50 വയസ്സാകുമ്പോഴേക്കും അവയെ ജയിക്കണം എന്ന് പറയുന്നത്. ഇനി 60 ആകുമ്പോഴേക്കോ ഷഡ്വൈരികളെ പോലെ ആകണം. 70 ആകുമ്പോൾ സപ്തർഷികളെ പോലെ ആകണം. 80 ആകുമ്പോൾ അഷ്ടദിക്പാലകന്മാരെ പോലെ വിളങ്ങണം. 90 ആവാൻ ഉണ്ടെങ്കിൽ, കാരണം ഇപ്പോഴത്തെ ഫാറ്റ് നമ്പേഴ്സ് ഫുഡാ, അധികം അങ്ങോട്ട് 90 അടിക്കിന് കാണാനില്ല. ഭാഗ്യം കൊണ്ട് പഴയ തലമുറയൊക്കെ 90-ൽ എത്തുന്നുണ്ട്. 90 വയസ്സാകുമ്പോഴേക്കും
നവഗ്രഹങ്ങളെ പോലെ ജ്വലിക്കണം എന്ന, അതായത് ഭഗവാൻ തന്നെയായി മാറണം. എങ്ങനെയാ സായിബാബയ്ക്കും അമൃതാനന്ദമയി ദേവിക്കും ഒക്കെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്? കൊറോണ ആയിട്ടും ഫ്ലഡായിട്ടും ഒക്കെ എത്രയെല്ലാം വീടുകൾ വെച്ച് താക്കോൽ ദാനം ചെയ്തൂലേ? അതിനൊരുപാട് പേര് നിരീശ്വരവാദികൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പറയുന്നവർ പറയട്ടെ, എന്താ ഡോഗ്സ് ആർ ബാർക്കിംഗ്, ലെറ്റ് ദം ബാർക്ക്. അതവരുടെ ഡ്യൂട്ടിയാണ്. ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിലല്ലേ ഭരണപക്ഷത്തിരിക്കുന്നവർ നന്നാവൂ. അതുകൊണ്ടല്ലേ പ്രതിപക്ഷം. അത് തന്നെയാ നിരീശ്വരവാദികൾ ചെയ്യുന്നത്. അവരങ്ങനെ പറയട്ടെ. അതിലുണ്ടൊരു ഈശ്വരൻ. നിരീശ്വരൻ പറയുമ്പോൾ ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല പറയുമ്പോൾ അവരൊരു നാമം ജപിച്ചു, ഈശ്വരനെ ജപിച്ചില്ലേ? അങ്ങനെ മനസ്സിലാക്കുക. എങ്ങനെ ഇവർക്ക് അതിന് സാധിച്ചു? അമാനുഷികമായ ശക്തി ഉണ്ടായി. ഭഗവാൻ അവതാരം എടുത്തു വന്നത് തന്നെയാ. അതിലും അപ്പുറം ധ്യാനത്തിലൂടെ അവരവരുടെ 6ാം ഇന്ദ്രിയം പ്രവർത്തിപ്പിച്ചു. അങ്ങനെയുള്ള വ്യക്തികൾ പറയുന്ന വാക്കുകൾ അങ്ങോട്ട് സത്യമാവും. ചിലർ വിളിക്കും, ചില കാര്യങ്ങൾ ചോദിക്കും, കണ്ണടച്ച് ഒന്ന് ധ്യാനിച്ചിട്ട് എന്താണോ പറയുന്നത് അത് ശരിയായി എന്ന് പറഞ്ഞിട്ടുള്ള വിളി വരുമ്പോൾ ഞാൻ അത്ര വലിയ ഉയരങ്ങളിലൊന്നും എത്താത്ത ഞാൻ പറയുന്നത് സത്യമാവുന്നു എങ്കിൽ സായി ഭഗവാൻ തന്നെ, ആ ഭഗവാൻ തന്നെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്? ആരിലൂടെ വേദം പഠിക്കാൻ കഴിഞ്ഞോ അത് ഈ ലോകത്തിൽ ജന്മമെടുത്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ മരണമുള്ള മർത്യനായി ജനിച്ചിട്ട് ഈ ചെറിയ ഒരു ജീവിതം, ഒരു ഷോർട്ട് പീരീഡാ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമല്ലേ? ചിലർ പറയും ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ടീച്ചറെ ഞാൻ അതൊന്നും തുടങ്ങിയിട്ടില്ല, റിട്ടയർഡ് ആവട്ടെ വിചാരിച്ചിരുന്നു. എന്നാൽ വായിച്ചോളൂ പറയാം. അയ്യോ കണ്ണട എടുത്തിട്ടില്ല, അപ്പോഴൊക്കെ അതിൻ്റെ സഹായം വേണ്ടി വന്നു. ഇങ്ങനെ ഇരിക്കാനും വയ്യ ടീച്ചറെ, കാല് തരിച്ചിട്ട് വയ്യാട്ടോ, വലിയ ബുദ്ധിമുട്ടാ. കുട്ടികളൊക്കെ സുഖമായിട്ടിരുന്നിട്ട് അങ്ങനെ ഭജന ചൊല്ലിയില്ലേ? അപ്പോൾ എപ്പോഴാ തുടങ്ങണ്ടേ? 4 വയസ്സിൽ വേദം പഠിക്കാൻ തുടങ്ങണം എന്നാ. 4 വയസ്സൊന്നും ഇല്ലെങ്കിലും ബാലവികാസ് എന്നുള്ള സമിതി ഉണ്ടല്ലോ, ഒരു ശ്ലോകം ഒന്നുമില്ല, ഒരൊറ്റ സൂക്തം അങ്ങോട്ട് പഠിപ്പിക്കുക. ആദ്യം 4 വേദങ്ങളിലും വരുന്നതാണ് ഗായത്രി. എന്താ ഗായത്രി എന്ന് ആദ്യം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ഗായന്തം ത്രായതേ ഇതി ഗായത്രി. ഗാനം ചെയ്യും തോറും നമ്മളെ ഉയർത്താൻ കഴിവുള്ളതാണ്. നമ്മുടെ മനസ്സിനെ ഉണർത്താൻ, ദീപ്തമായ ഒരു മനസ്സ് നൽകാൻ കഴിവുള്ള മന്ത്രമാണ് ഗായത്രി മന്ത്രം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സന്ധ്യാവന്ദനം ചെയ്യാൻ പറയും ഞങ്ങളുടെ ഗുരുനാഥൻ. ഇതൊക്കെ സായി ഭഗവാൻ കാരണം എനിക്ക് കിട്ടിയ പുണ്യങ്ങളാണ് കേട്ടോ, മഹാഭാഗ്യങ്ങളാ. രാവിലെ സാർ 6 മണിക്ക് സന്ധ്യാവന്ദനം ചെയ്യും. ഞങ്ങൾ ശിഷ്യന്മാരോടൊക്കെ പറയും 6:15 സന്ധ്യാവന്ദനം ചെയ്യണം. അപ്പോൾ ശരി, 6:15 കറക്റ്റ് ആ പഞ്ചപാത്രവും ദാലൊക്കെ ആയിട്ട് അവിടെ ചെന്നിങ്ങനെ ഇരുന്നിട്ട് ആ ഗായത്രി അങ്ങോട്ട് ജപിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. 21 ഗായത്രി നിർബന്ധം. ഹൈന്ദവന്റെ സന്ധ്യാവന്ദന മന്ത്രം ഗായത്രിയാ. എത്ര പേര് ഗായത്രി ജപിക്കാറുണ്ട്? ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ അത് ചെയ്താൽ മതി. ഒരു ആത്മപരിശോധന. ഞാൻ ഹൈന്ദവനായിട്ട് എൻ്റെ ആത്മാവിനെ ഉണർത്താൻ, ഉയർത്താൻ ഞാൻ എന്താണ് ഒരു ദിവസം ചെയ്യുന്നത്? അതായത് സൂര്യൻ ഓരോ വൈകുന്നേരങ്ങളിലും നമ്മുടെ ആയുസ്സിൻ്റെ അപ്പക്കഷ്ണം ഒരെണ്ണം കൊണ്ടാണ് അത്രേ പോവുക. ആയുസ്സാകുന്ന അപ്പത്തിൻ്റെ ഒരു കഷ്ണം കൊണ്ട്. അപ്പം നമ്മൾ ചോദിക്കണം നമ്മളോട്, കിമസ്യ സുഹൃതം കൃതം, ഞാൻ ഈ ഒരു ദിവസം എൻ്റെ ആത്മാവിൻ്റെ സുഹൃതത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്. അപ്പം ആലോചിക്കുക, രാവിലെ ഞാൻ 21 ഗായത്രി ജപിച്ചു. ഗായത്രി മന്ത്രം ജപിച്ച് ഓരോ സ്റ്റെപ്പുകളായിട്ടത് അബോഹിഷ്ടാമയോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അവസാനം നെഞ്ചത്ത് കൈവച്ചിട്ടൊരു പ്രാർത്ഥന ഉണ്ട്. അസാവാദിത്യോ ബ്രഹ്മ ബ്രഹ്മൈവ അഹമസ്മി. ഹേ ആദിത്യ ഭഗവാനെ, അങ്ങ് ബ്രഹ്മമാകുന്നു, ഈ ഞാനും ബ്രഹ്മമാകുന്നു. അപ്പൊ പിന്നെ എവിടെയാ നമുക്ക് ശരീരബോധം? എന്താ ശരീരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ശരീരം മാറ്റം വരുന്നതാ. മാറ്റം വരുന്നതിനൊന്നിനും ഇവിടെ നിലനിൽപ്പില്ല. ഉണ്ടായതിനെല്ലാം നാശമുണ്ട്. ശീര്യതേ ഇതി ശരീര. ശരീരത എന്ന് പറഞ്ഞാൽ നശിക്കുന്നതാ. അതായത് ഈ ശരീരം നശിച്ചു പോകേണ്ടതാണ്. പിന്നെയോ നമുക്ക് എത്രയോ ജന്മങ്ങളുടെ സുഹൃതത്തിന് ശേഷമാണ് അത്ര ഇങ്ങനെ ഒരു ശരീരം കിട്ടുക. ഇങ്ങനെ ഒരു ശരീരം, മനുഷ്യ ശരീരം കിട്ടി ഇവിടെ വന്നാൽ എന്താ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ മനുഷ്യൻ്റെ പ്രത്യേകത? മനീഷ ഉള്ളവൻ മനുഷ്യൻ, മനനം ചെയ്യാൻ കഴിവുള്ളവൻ മനുഷ്യൻ. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ്, മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തനാണ് മനുഷ്യൻ. അതായത് എന്താ? മനുഷ്യന് മനസ്സിനെ 2 ഭാഗത്തേക്ക് തിരിക്കാനുള്ള കഴിവുണ്ട്. ഒന്ന്, നമുക്ക് വിഷയങ്ങളിൽ അങ്ങനെ മുങ്ങി ആറാടി ജീവിക്കാം.
അതേസമയം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സത്സംഗം വീണ് കിട്ടിയാൽ, കാരണം നമുക്ക് ക്ലാസ്സുകളില്ലല്ലോ, കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും, ശരിയാണല്ലോ ടീച്ചർ പറയുന്നത്, ഞാൻ ഇത്രയും പ്രായമായിട്ട് എന്താ ഇപ്പം ചെയ്തത്, ഒരു ഗായത്രി പോലും ചെയ്തില്ലാലോ എന്ന് വിചാരിക്കും. അപ്പം നമ്മുടെ മനസ്സ് എങ്ങോട്ട് തിരിഞ്ഞു? ആത്മീയതയിലേക്ക് തിരിഞ്ഞു. അതാണ് മനീഷ ഉള്ളവൻ, മനനം ചെയ്യാൻ കഴിവുള്ളവൻ മനുഷ്യൻ എന്ന് പറഞ്ഞത്. ഈ ജന്മം കൊണ്ട് മർത്യനാണ്, മരണമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മൃത്യോർമ അമൃതംഗമയ, മരണത്തിനും അപ്പുറം ഉള്ള ഒരു ജീവിതം, അതായത് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. എത്രയോ ജന്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ കാശിനാഥനെ കാണാൻ ഞാൻ കാശിയിൽ പോയപ്പോൾ അവിടെ മണികർണിക അവിടെ അങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു 10-15 ചിത ഗംഗാതീരത്ത് 24 മണിക്കൂറും അത് കെടുന്നില്ല. പിന്നെ അതിനുള്ളിലുണ്ട് ടെറസിന് മുകളിലൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെത കെടില്ല എന്ന് പറയാണ് ഞങ്ങളെ കൊണ്ടുപോയ വ്യക്തി. രാവും പകലും ഇവിടെ എപ്പോഴും പകലാണ്. ആ മണികർണിക ഒരു പ്രത്യേകത എന്താണോ, നമ്മുടെ വീട്ടിൽ ശവം ദഹിപ്പിക്കുമ്പോൾ നമ്മൾ കുറേ നെയ്യും അല്ലെങ്കിൽ മണം വരാൻ വേണ്ടി കുന്തിരിക്കോ എന്തൊക്കെയൊക്കെ അതിലിടുന്നുണ്ടല്ലോ, ഈ മാംസം വെന്തുരുകിയ മണം വരാതിരിക്കാൻ. അവിടെ വിറക് മാത്രം വെച്ചിട്ട് അങ്ങനെ കത്തിയും കൊണ്ടേ ഇരിക്കുക. യാതൊരു വിധ മണവും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാ സത്യം. കാരണം മഹാദേവന്റെ മണികർണികയിൽ നമ്മൾ ആ ശവമായി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവനെ ജന്മചക്രം തകർത്ത് രക്ഷിക്കും മഹാദേവൻ, കാശിനാഥൻ എന്ന. അതാണ് കാശിനാഥന്റെ പ്രത്യേകത. ഈ ജന്മചക്രം തകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇവിടെ നിന്ന് ചെയ്യേണ്ടത്? ആത്മീയമായ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഇരിക്കുക. ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് ഒരു 1/4 മണിക്കൂറായില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മടുപ്പ് തോന്നിയോ? സമയം പോയത് വല്ലതും അറിഞ്ഞോ? ടീച്ചർ ഒരു 1/4 മണിക്കൂർ പറയണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ ഹൈന്ദവ മതം, സനാതനധർമ്മം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂറൊക്കെ പറയണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ആവുള്ളൂ. ഇനി സായി ഭഗവാൻ തന്ന വേദം പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇത്തിരി സൂക്തങ്ങൾ, ഇപ്പം ആദ്യം ഗായത്രി പഠിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ, അറ്റ്ലീസ്റ്റ് ഗായത്രി എങ്കിലും സ്വരിച്ച്, സ്വരത്തിൻ്റെ പ്രത്യേകതയും ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ഈ വേദമന്ത്രങ്ങളിലെ അക്ഷരങ്ങളിൽ ദേവതകൾ കുടികൊള്ളുന്നു. നമ്മളെല്ലാം ദേവതകളെ, ഒരൊറ്റ ഈശ്വരനാണ്, പല ദേവതകളാണ് ആരാധിക്കുന്നവരാ. ഈ ദേവതകളെല്ലാം എവിടെ കുടികൊള്ളുന്നത്? അതുകൊണ്ടാണ് തിരുമേനി അവിടെ കയറിയാൽ ആ മന്ത്രം, അമ്പലത്തിന് മുന്നിലെ മഹാക്ഷേത്രമാണെങ്കിൽ അവിടെ മുഖമണ്ഡപം ഉണ്ടാവും, അത് ഭഗവാന്റെ കഴുത്താന്നാ പറയാ. അവിടെ ഇരുന്നിട്ടാണ് ആമ്നായ ജപം, അതായത് വേദജപം നടത്തുന്നത്. ഈ വേദജപം നടത്തുമ്പോൾ അതിൽ വേദങ്ങളിലെ അക്ഷരങ്ങളിൽ ദേവതകൾ കുടികൊള്ളുന്നു. അതുകൊണ്ടാണ് വേദമന്ത്രങ്ങൾക്ക് ഇത്രയും പ്രത്യേകത. ഇങ്ങനെയുള്ള വേദമന്ത്രങ്ങളിലെ അക്ഷരങ്ങൾ എങ്ങനെ ചൊല്ലണം? സ്വരിച്ച് ചൊല്ലണം എന്നാ. ഇപ്പോൾ പലരും നമ്മുടെ കൂട്ടത്തിലുള്ളവരെന്നെ ഒരു ബിസിനസ്സാണ് അവർക്ക്. അവർ പറയുന്നത് എന്താണോ, സ്വരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ടീച്ചറെ, എങ്ങനെയെങ്കിലും അവർ പഠിക്കട്ടെ. ഞാനവർ ചോദ്യം ചെയ്തപ്പോൾ ഒരുപാട് ഫീസൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒരിക്കലും സ്വരത്തിലാണ് എന്തിരിക്കുന്നത്? ആ വേദമന്ത്രങ്ങളുടെ ജീവൻ ഇരിക്കുന്നത് എന്നാ. അതുകൊണ്ടാണ് സ്വരിച്ച് ചൊല്ലണം എന്ന് പറയുന്നത്. ആ മുകളിൽ താഴത്ത് വന്ന് ചൊല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, ആ ദീർഘസ്വരി, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ അടിച്ച് കയറ്റിയിട്ട് രുദ്രത്തിലൊക്കെ ചൊല്ലുമ്പോഴാണ് അത് ഏറ്റവും സുഖമായിട്ട് ശഞ്ചമേ മയസ്റ്റമേ എന്നും പറഞ്ഞങ്ങോട്ട് ചൊല്ലുമ്പോൾ സ്വരിതലിംഗ എന്ത് രസമായിട്ടുള്ളത്. ആ സ്വരങ്ങളോടുകൂടി ഒരു വേദമന്ത്രമെങ്കിലും ഹൈന്ദവനാണെങ്കിൽ ആ കുട്ടിയെ പഠിപ്പിച്ചിരിക്കുക. എന്താണ് ഈ സ്വരങ്ങൾ, എന്താണ് വേദമന്ത്രം എന്നെങ്കിലും അറിയണ്ടേ? ഹൈന്ദവനാണെന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാതെ ഒരു ജീവിയെ പോലെ ആചാര്യസ്വാമി എന്താ പറഞ്ഞത്? മനുഷ്യരൂപേണ മൃഗം ചരന്തി. ഈ ഹൈന്ദവരെല്ലാവരും ഭ്രാന്തന്മാരാന്ന് പറഞ്ഞു. ആര്? ചുണക്കുട്ടിയായ സ്വാമി വിവേകാനന്ദൻ. അവരെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞു ക്ലാസ്സുകളിൽ. എന്തുകൊണ്ടാണ് സ്വാമിജിക്ക് കേരളീയരെ കണ്ടപ്പോൾ ഭ്രാന്തന്മാരാന്ന് തോന്നിയത്? നമ്മളിതൊന്നും പഠിക്കുന്നില്ല. ഈ ആചാര്യസ്വാമി പറഞ്ഞു തന്നെ ചെയ്യുന്നത് മനുഷ്യരൂപേണ മൃഗം ചരന്തി. എന്താ മൃഗത്തിന്റെ പ്രത്യേകത? അത് ഉണ്ണുക, ഓരിടുക, കിടന്നുറങ്ങുക. മനുഷ്യനും അങ്ങനെയാണത്രേ. അന്ന് ഇവിടെ വന്ന് ആചാര്യസ്വാമി നോക്കിയപ്പോൾ അധ്വാനിക്കാൻ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. നമ്മളുടെ ജീവിതത്തിൽ 8 മണിക്കൂർ ഉറങ്ങാം, 8 മണിക്കൂർ ജോലിയും ചെയ്യാം, ബാക്കി 8 മണിക്കൂർ മറ്റുള്ളവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കി മനസ്സിലാക്കുക. ആത്മീയതയിൽ ഊന്നിയ ഒരു ജീവിതം നമ്മൾ തുടങ്ങണം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആചാര്യസ്വാമി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെന്താ അനുകരിക്കുന്നുള്ളത്? എല്ലാം നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രമാണ് നമ്മുടെ ഹൈന്ദവൻ അറിയൂ. പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റ്
നിവർന്നിരുന്ന് പ്രാർത്ഥിച്ചോ, അത് സയൻസാ. നമ്മുടെ ശരീരം ഇങ്ങനെ നിവർന്ന് കിടക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നോക്കൂ, എഴുന്നേറ്റിരിക്കുമ്പോൾ അതിന് മാറ്റം വരും, BP വേരിയേഷൻ. അതിനാണ് ഒരു സെക്കൻഡ് നീ ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാലോ ശകുനത്തിനെ കുറിച്ചായി ചിന്ത. അപ്പൊ കയ്യിൽ നോക്കുക, കയ്യെ നെയ്യ് വെണ്ണ പശു, കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതേ, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. രാവിലെ കരം, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അയൽവാസിയായ വേലായുധനെ ശപിക്കണ്ട എന്ന് നമ്മുടെ ഗ്രന്ഥം പറയുന്നുണ്ട്. ചിലർ പറയില്ലേ, അയ്യോ അയാളെ ശകുനം കണ്ടു, ഒരു പ്രശ്നമില്ല, അവരെക്കാൾ ഒരു സവിശേഷത നമുക്കില്ല, നമ്മളും മജ്ജയും മാംസവും രക്തവും ഒക്കെ ഉള്ള ഒരു ശരീരം. ശീര്യതേ ഇതി ശരീര, നശിച്ചു പോകുന്ന ശരീരം. അവനും കിട്ടിയിരിക്കുന്ന അതന്നെ, നമുക്കും കിട്ടിയിരിക്കുന്ന അതന്നെ, പിന്നെ എന്തിനാ അവനെ ശപിക്കുന്നത്? ഇനി അത് കഴിഞ്ഞാലോ നമ്മൾ എന്താ ചെയ്യുക? കട്ടിലുമേണല്ലോ കിടക്കുക, അല്ലെങ്കിൽ കിടക്ക വിരിച്ചിട്ട്. നിലത്തിനോട് ബന്ധം ഇല്ല, ഭൂമി ദേവിയാണ്. ജലവും ദേവിയാണ്, ഭൂമിയും ദേവിയാണ്. ഭൂമിയെ നമ്മൾ എന്താ ചെയ്യുന്നത്? ചവിട്ട് ചെയ്യുന്നത്. പാദസ്പർശം ക്ഷമസ്വമി, അമ്മേ ഭൂമി ദേവി, ഞാൻ അമ്മയെ ചവിട്ടി നടക്കാൻ പോവാ പറഞ്ഞ് കുനിഞ്ഞ് ഭൂമിയെ തൊട്ട് വന്ദിക്കുക. പാദഹസ്താസനം യോഗയാണത്. അതും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഒടക്കുഴൽ പോലെ 9 തുളകളാ. 9 തുളയിൽ നിന്നും മാലിന്യം. നമ്മളിതിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുക. വൃത്തിയാവുന്നുണ്ടോ? പിറ്റേ ദിവസം രാവിലെ വീണ്ടും മണം തന്നെയല്ലേ, ദുർഗന്ധ. അപ്പോൾ ഈ സെക്രീഷൻസ് ഒക്കെ കഴുകിക്കളയാൻ ആരെയാ? അവിടെ ഗംഗ. സപ്തസിന്ധുക്കളെ സ്തുതിക്കുക. ഗംഗേ ജയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഹേ ഗംഗാമാതാവേ, ഗംഗാമയ്യെ പ്രാർത്ഥിച്ചുകൊണ്ട്, ആ സപ്തസിന്ധുക്കളെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മാലിന്യങ്ങളെ തരുന്നു. അമ്മയുടെ ശുദ്ധി എനിക്ക് തരേണമേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടി കുളിക്കുക. ക്ഷേത്രത്തിൽ പോകണമെന്ന് നമ്മൾ പറയും. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പഞ്ചശുദ്ധി പാലിക്കണം. എന്താ പഞ്ചശുദ്ധി പറയുന്നത്? ശരീരവും മനസ്സും ശുദ്ധാക്കിയിട്ടാണ് കുളിക്കുക. 2 ശുദ്ധിയായില്ലേ? ആഹാരശുദ്ധി, വാക്ശുദ്ധി. ഭക്ഷണം ശുദ്ധമായതൊന്നും കഴിക്കുന്നില്ലെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ലേറ്റ് ആയിട്ട് വരുമ്പോൾ കഴിച്ചു വരും, പിന്നെ അസുഖക്കാരും. പിന്നെയോ വാക്ശുദ്ധി, നല്ലത് മാത്രം പറയുക. അതായത് അമ്പലത്തേക്ക് വരുന്ന സമയത്ത് നാമജപത്തോടു കൂടി വരിക. നീ കൂടെ ഒരാളുണ്ടെങ്കിലും നല്ലത് മാത്രം, സത്ചിന്ത, സത്പ്രവൃത്തി, അദ്ദേഹമാണ് മഹാൻ എന്നാ പറയുന്നത്. അത് കഴിഞ്ഞ് അവസാനം എന്താ? കർമ്മശുദ്ധി, ആരെയും ഉപദ്രവിക്കാതെ ഇരിക്കുക. സായി ഭഗവാന്റെ പ്രിൻസിപ്പിൾസ്, തത്വം തന്നെ എന്താ? നിങ്ങൾ എല്ലാവരെയും സഹായിക്കണം, എപ്പോഴും സഹായിക്കണം എന്നാ സഹായത്തെക്കുറിച്ച് പറയുന്നത്. സർവീസ്, സേവനം, എല്ലാവർക്കും നിങ്ങളുടെ സേവനം നൽകിക്കൊണ്ടേ ഇരിക്കുക. എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കുക. ലവ് എവരി വൺ, എല്ലാവരെയും സ്നേഹിക്കുക. പൂച്ചയെയും പട്ടിയെയും എല്ലാം സ്നേഹിക്കാനല്ലേ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് അപ്പടി ഇങ്ങോട്ട് കളന്നെടുത്ത് നമ്മുടെ ഭാഷയിലാക്കി തന്നിരിക്കുകയാണ്. എല്ലാവരെയും നീ സ്നേഹിക്കണം. എന്താ ആചാര്യസ്വാമി പറഞ്ഞത്? നീ രാവിലെ എഴുന്നേറ്റു പറഞ്ഞില്ലേ, കുളിയൊക്കെ കഴിഞ്ഞു പറഞ്ഞില്ലേ, പിന്നെ പറയുന്നതാണ് ആചാര്യസ്വാമിയുടെ 10 കൽപ്പനകളിൽ, നീ നിന്നെയും നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അത് മറ്റൊരാളെ ഗ്രന്ഥത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. അതായത് എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. അത് തന്നെ സായി ഭഗവാനും പറഞ്ഞ്, നീ എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവർക്കും നീ സേവനം ചെയ്യണം, എപ്പോഴും നീ സഹായിക്കണം. എത്ര സുന്ദരമായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നോക്കൂ. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ, പ്രിൻസിപ്പിൾസ് എടുത്തു നോക്കുമ്പോൾ ഇതിനും വലിയൊരു അവതാരമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. എല്ലാം ഒന്നാണ് എന്നുള്ള ഒരു തത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ് എല്ലാവരെയും ഇത് പഠിപ്പിച്ച്. നമ്മൾ സനാതനധർമ്മികൾ പലരെയും മാറ്റി നിർത്താറുണ്ട്. ഞങ്ങളുടെ വേദം ക്ലാസ്സിൽ കയറിയപ്പോൾ സാറ് വിളിക്കുകയാണ്, നെക്സ്റ്റ് ജമീല കർത്ത. ഞാൻ അന്തം വിട്ടുപോയി. ബോംബെയിൽ നിന്നാണ് ആ സ്ത്രീ, ജമീല കർത്ത. മുസ്ലിം സ്ത്രീയാണ്. അവരെന്ത് സുന്ദരമായിട്ടാണ് വേദം ജപിക്കുന്നതെന്നോ. ഒരു ദിവസം ബാഗൊക്കെ അങ്ങോട്ട് ഓടി വന്നു. ഗൂഗിൾ മീറ്റാണ് ഇരുന്നിട്ട് വേഗം തുറന്നെടുത്തിട്ട് ഇരുന്ന് ജപിക്കാൻ തുടങ്ങി. വേദം നമുക്ക് മാത്രമല്ല, ജാതി മതഭേദമന്യേ സായി ഭഗവാൻ പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ലോകമെമ്പാടും ഈ വേദം എത്തിച്ചതിൽ വലിയ ഒരു പങ്ക് സായി ഭഗവാനുണ്ട്. ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാ? വേദം പറഞ്ഞു കൊടുക്കാൻ അറിയുന്ന എത്ര ഹിന്ദുക്കളാണുള്ളത്? അപ്പം നമുക്കത് ഫ്രീ ആയിട്ടാണ് സായി വേദജ്യോതിക്കാർ ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ. ഇനി വേദങ്ങൾ ടഫ് സാൻസ്ക്രിറ്റ് ആണ് എങ്കിൽ അത് മനസ്സിലാവാതെ പോണ്ടാച്ചിട്ട് 2 ഇതിഹാസങ്ങളും 18 പുരാണങ്ങളും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇതെടുക്കുന്നുണ്ടോ? അതും നമ്മൾ എടുക്കുന്നില്ല. ഇതിലൂടെയൊക്കെ ഒന്ന് പോയി വരുമ്പോഴേക്ക് 60 അടിച്ചോളും. അപ്പോഴേക്ക് നമ്മൾ ഏകദേശമൊക്കെ ഒരു പരുവാവും. മനസ്സിന് പക്വത വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കും? ഇനി ഇതൊക്കെ മതി എന്ന് ചിന്തിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഉയരണ്ടേ. എന്നും ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അപ്പോൾ കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മേലത്തെ വർഷം ഞാൻ
ഞാനിവിടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് വന്നു, ഒരു പ്രഭാഷണം വേണമെന്ന് പറഞ്ഞിട്ട് ആ ശോഭായാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് കുട്ടികൾ ഒരു പ്രഭാഷണം ചെയ്ത് അങ്ങോട്ട് പോയതാ. പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. അന്നും ഇത്രയൊക്കെ പേരെന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേര് ആ സമയമാകുമ്പോഴേക്ക് അന്ന് വന്നിരുന്നു. ഈ പരിപാടിയെ കുറിച്ച് അത്രയും ആൾക്കാർ അറിഞ്ഞില്ലേ തോന്നുന്നു, നോട്ടീസൊന്നും ഇല്ലല്ലോ. എങ്കിലും ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ അത് എന്തിനാണെന്ന് കൂടി മനസ്സിലാക്കുക. അതായത് ഭക്തന് ജ്വലിക്കുന്ന ഒരു മനസ്സുണ്ടായിരിക്കും, ദീപ്തമായ ഒരു മനസ്സുണ്ടായിരിക്കും. ഭക്തി ഇല്ലാത്തവൻ അർജുനനെ പോലെ തളരും. അപ്പോൾ ഈ ദീപ്തമായ മനസ്സുണ്ടാകാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? സത്സംഗങ്ങൾ കൂടുക. സത്സംഗം, നല്ല സജ്ജനങ്ങളുമായിട്ടൊരു സംഘം ഉണ്ടാവുക. അവരുടെ കൂടെ ഇരുന്നിട്ട്, ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ ആൾ പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ 30 വെള്ളിയാഴ്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇനി നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്തിരി ഭജൻസ് കൂടി ചൊല്ലിക്കോളൂ. ഭജന ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇതത്ര കൂടെ അവർക്ക് ദഹിക്കില്ല. ഒരാളിരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നു. കാരണം അടിസ്ഥാനപരമായിട്ട് ആത്മീയമായ ഒരു വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു പ്രഭാഷണ വേദിയിൽ വന്ന എന്തെങ്കിലും മനസ്സിലാവും. കാരണം ഒരു ഗ്രന്ഥവും പൂർണ്ണമായിട്ട് പറയാൻ സമയമില്ല, അത് പറയൂല. പിന്നെ കഥകളാ, ഈശ്വരീയമായ ഒരുപാട് കഥകളുണ്ട്. ഈ കഥകളൊക്കെ എന്തിനാണെന്നറിയോ? ആ കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് അതിലെന്ത് തത്വമാണ് പറയുന്നത്. മഹാഭാരതത്തിൽ ഓരോ കഥയിലും ഓരോ തത്വം പറയുന്നുണ്ട്. അത് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുക. ആ തത്വങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്, ഞാൻ പറഞ്ഞില്ലേ ദൈവമെന്നേ ബലം നാസ്തി എന്ന് കേൾക്കുമ്പോൾ കുട്ടി മനസ്സിലാക്കുകയാണ് ദൈവം ഇല്ലാതെ ഒന്നിനും ബലമില്ല. അതുകൊണ്ട് ആ ഒരു ഈശ്വര സങ്കല്പത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിലെ ആ ഒരു ഒന്നായ ശക്തിയിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ ഉയർത്തണം. എന്താ ഗീത പറയുന്നത്? ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവാരിപുരാത്മനാ. എന്താ ചെയ്യുന്നേ? നമ്മുടെ അയൽവാസിയാ നമ്മുടെ ശത്രു നമ്മൾ വിചാരിക്കും, ഇല്ലേ? പക്ഷേ നമ്മുടെ ശത്രു നമ്മളെ നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമ്മളെപ്പോഴും പറയും, അയ്യോ അവൻ കാരണം എനിക്ക് ദുഃഖം, ഇവൻ കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ ശരീരം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നത് ആരാ? ഇതിനുള്ളിലിരിക്കുന്ന മനസ്സാ. ഈ മനസ്സിനെയും ബുദ്ധിയെയും അങ്ങോട്ട് യോജിപ്പിച്ച് നിർത്തിയാൽ എല്ലാം ശുഭമായി. അതിന് കഴിയാത്തവനാണ് മനസ്സ് വേറൊരു ഭാഗത്തേക്ക് പോവും. അപ്പോൾ ബുദ്ധി പറയും അത് ശരിയല്ല, അപ്പോൾ ടെൻഷനായില്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാതെ മനസ്സിനെയും ബുദ്ധിയെയും യോജിപ്പിക്കുക. അതാണ് ഗീതയിൽ യോഗം 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 എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഇങ്ങനെ ഗീതാ ക്ലാസ്സൊക്കെ അങ്ങോട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കോളജി എന്ന് പറയുന്നത് ഗീത. 186 യൂണിവേഴ്സിറ്റികളിൽ അമേരിക്കയിൽ ഗീത പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മളവിടെ ഏത് സ്കൂളിലാണ്? നമ്മുടെ സ്കൂളുകളിൽ തന്നെ പറഞ്ഞാലും എത്രത്തോളാണ് അത് പ്രാവർത്തികമാകുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗഹനമായിട്ട് ചിന്തിച്ചിട്ട് ഇവർക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കണം. എങ്കിൽ എന്തുണ്ടാവില്ല? ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഇല്ലാതെ ആത്മബലം ഉള്ള നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. കുട്ടികൾ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാണുന്നത് പോലെ കൺവേർഷന് പോവില്ല. അവരെപ്പോഴും അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കും. എന്താ പറഞ്ഞത്? ഒരിക്കലും വീട്ടാൻ കഴിയാത്ത കടം അത് നമ്മളുടെ മാതാപിതാക്കളോടുള്ള കടം ആണ് എന്നുള്ള ആ ഒരു ലെവലിൽ നമ്മളവരെ ഉയർത്തിക്കൊണ്ടുവന്നാൽ വൃദ്ധസദനങ്ങളിൽ ഹൈന്ദവൻ ഇത്രയും എത്തില്ല. തവനൂർ പോയി നോക്കൂ, നമ്മുടെ ആൾക്കാരായ ഏറ്റവും കൂടുതൽ. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാ എന്ന് നമ്മൾ ഇരുത്തി ചിന്തിക്കുക. ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുക. അച്ഛൻ്റെയും അമ്മയുടെയും മഹത്വം, അവരോട് വീട്ടാനാവാത്ത കടത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെ വേണം അടുത്ത ജനറേഷൻ വളരാൻ. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? അങ്ങനെയൊന്നുമില്ല ടീച്ചറെ, കുറച്ച് കാര്യങ്ങൾ കേട്ടു. വളരെ ചെറിയ ഒരു പ്രഭാഷണമായിരുന്നു. ഏതായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വേദത്തിലെ ഒരു വരിയെങ്കിലും അർത്ഥം പറയാൻ, അത് ഈ പിൻ ഡ്രോപ്പ് സൈലൻസിൽ നിങ്ങളങ്ങനെ അവിടെ ഇരുത്താൻ ഭഗവാൻ സഹായിച്ചു എന്നുള്ളതാ സത്യം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു 4 മണി വരെയൊക്കെ അങ്ങോട്ട് പറയും. പക്ഷേ നമ്മളെല്ലാം ലേറ്റായിട്ടാണ് തുടങ്ങിയത്. ഇനി വിശദമായിട്ട് ക്ലാസ്സുകൾ കേൾക്കണമെങ്കിൽ ബാലസമിതിയൊക്കെ വിളിച്ചോളൂ, ഞാൻ വരാം. ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറയാമെന്ന് കരുതിയിട്ടാണ്. ഒരു ഗ്രന്ഥത്തെ ഞാൻ തൊട്ടിട്ടില്ല, പക്ഷേ ബേസിക്കായിട്ട് ഇത്തിരി കാര്യങ്ങൾ പറയാൻ പറഞ്ഞിരുന്നു, അതാണ് പറഞ്ഞത്. യജ്ഞം എന്ത് ചെയ്താലും കൃതം ത്രേതം ദ്വാപരം കലി, ഈ 4 യുഗങ്ങളിൽ ധ്യായാപൂനാന്ന. കൃതം ധ്യാനം,
യാഗങ്ങൾ, യജ്ഞങ്ങൾ, തപസ്. പക്ഷേ കലിയുഗത്തിൽ ജ്ഞാനയജ്ഞം നടത്തിയാൽ മതി. ഇപ്പം ചെയ്തത് ജ്ഞാനയജ്ഞം. പണ്ടത്തെ അശ്വമേധ യാഗത്തിനെ പോലെ, രാജസൂയ യാഗത്തിനെ പോലെ ഒരു ആചാര്യൻ അങ്ങനെ ഇരുന്ന് പറയുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു. പറയുന്നവനും കേൾക്കുന്നവനും ഭക്തി ഉണ്ടാകുന്നതാണ് ഈശ്വര കഥകൾ. എത്ര കേട്ടാലും മടുക്കില്ല. അതുകൊണ്ട് ഇനിയും ഒരുപാട് ജ്ഞാനയജ്ഞങ്ങൾ ഇവിടെ ഈ വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യജ്ഞം ഞാൻ സമർപ്പിക്കുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ജഗദംബികായേതി സമർപ്പയാമി. സർവം സായീശ്വരായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി തത്സത്.